നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു രസമാണ്. കടകളിൽ നിന്ന് മേടിക്കുന്ന രസപ്പൊടി ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള വിഭവങ്ങൾ ചേർത്ത് നല്ലൊരു രസം തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രസത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മൾ രസപ്പൊടി ഇട്ടല്ല ഇവിടെ രസം ഉണ്ടാക്കുന്നത്. നമ്മൾ മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ മട്ടയരി 1 1/2 ടീസ്പൂൺ, സാമ്പാർ പരിപ്പ് 1 1/2 ടീസ്പൂൺ, പൊട്ടുകടല 1/2 ടീസ്പൂൺ, ഉഴുന്ന് 1/2 ടീസ്പൂൺ, പിന്നെ ഉലുവ 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, 2 വറ്റൽമുളക്. പിന്നെ ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ ഒരു തക്കാളി വേണം. നല്ല കളറുള്ള പഴുത്ത തക്കാളി എടുക്കണം. 3-4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് ചുമന്നുള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് അവരവരുടെ ആവശ്യാനുസരണം പുളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. കായത്തിൻ്റെ ചുവ കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെ ആവാം. 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ പറയുന്നത് കായപ്പൊടി. പിന്നെ ഒരു കളർ കിട്ടുന്നതിനായിട്ട് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ വേണം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, ഉപ്പ്, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. മട്ടയരി, ഇതിൻ്റെ കൂടെ തന്നെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉണക്കമല്ലി, കുരുമുളക്, നമ്മൾ ഈ സോസ് പാനിലേക്ക് ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് റോസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും 1 തണ്ട് മല്ലിയിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇടണം. കുറച്ച് കടുക് ഇടുകയാണ്. കടുക് പൊട്ടുന്നുണ്ട്. മൺചട്ടിയല്ലേ, ചൂടായി വരാൻ അല്പം താമസമുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിക്കോളും. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതൊന്ന് പതുക്കെ ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഒന്ന് കളർ മാറിക്കോട്ടെ.
ഈ രസമൊക്കെ നമ്മൾ വീടുകളിൽ നല്ല മഴക്കാലങ്ങളിലൊക്കെ എന്നും തന്നെ ഒരു സൂപ്പായി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ചേർന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ വയറിന് നല്ല മല്ലിയായാലും ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം. അപ്പം മല്ലിയിലേക്കൊക്കെ ആയാലും ഒരുപാട് പോഷക ഗുണങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു ജ്യൂസാണല്ലോ നമ്മൾ കുടിക്കുന്നത്. ഡൈജഷനും നമുക്ക് റെസിസ്റ്റിംഗ് പവർ കൂട്ടുന്നതിനും എല്ലാം നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെ വേണമെന്നില്ല, ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ഒരു അര ഗ്ലാസ് കുടിക്കുന്നതോ അല്ലെങ്കിൽ ചോറിന് മുമ്പ് ഒരു അര ഗ്ലാസ് കുടിക്കുന്നതോ എല്ലാം ദഹനത്തിനും എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഈ ചുമന്നുള്ളിയാണ് കേട്ടോ വളരെ നല്ലത്. ഞാനൊരു ചെറിയ കഷ്ണം സവാളയാണ് ഇപ്പോൾ ഇവിടെ ഇടുന്നത്. അതിന് പകരം ചുമന്നുള്ളി ഇടുന്നതായിരിക്കും കുറച്ചും കൂടി രുചി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് നമ്മൾ വഴറ്റുകയാണ്. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച വറുത്തെടുത്ത ധാന്യങ്ങളൊക്കെ നമ്മളിത് ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ കായം കൂടി അവരവരുടെ ആവശ്യാനുസരണം കായം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് രീതി ചേർക്കാം. ഞാനൊരു ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ ഇല്ല ഇത് ചേർക്കുകയാണ്. പിന്നെ ഇത് ആവശ്യാനുസരണം ചിലർക്ക് കായം കുറവ് മതി, അതനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ച് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുകയാണ്. ഇതും ഒന്ന് ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെയും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ പുളി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ വാളൻ പുളി എന്നാണ് പറയുന്നത്. പലയിടത്തേക്കും പല പേരാണെന്ന് എനിക്കറിയില്ല. കോൽപ്പുളി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വാളൻ പുളിയാണ്. വാളൻ പുളിയൊക്കെ ഉപയോഗിക്കുന്ന കറികൾക്ക് അധികം ഇതുപോലെ മൺപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അലൂമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ പുളി ചേർക്കുമ്പോൾ അതിന് ദോഷമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള മീൻ ചട്ടിയോ ഈ ചെറിയ മൺകലങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രസമൊക്കെ അതിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് മെയിനായിട്ടും പുളിയാണല്ലോ വരുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞത് ഇതിപ്പോൾ 1 ലിറ്ററോളം ഞാൻ ഒഴിക്കുകയാണ്. ഇത് കിടന്ന് നല്ല രീതിയിൽ തിളയ്ക്കണം. ഇതിലേക്ക് നമ്മുടെ ഈ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇടാൻ കേട്ടോ. അതിൻ്റെ സ്വാദ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണമല്ലോ തിളച്ച്. ശരിക്കും മല്ലിയിലയുടെ സ്വാദ് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ എന്നാൽ ചിലർക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർ കറിവേപ്പില കൂടുതലിട്ടോളൂ. പിന്നെ ഈ പുളിയെല്ലാം അവരവരുടെ പാകം നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ പുളി കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ പുളി എടുക്കാം.
ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. എന്നാൽ ആ പൊടി നമ്മൾ ചേർത്ത പൊടിയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെയുള്ള ജ്യൂസ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു 3-4 മിനിറ്റ് തിളയ്ക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ഞാനൊരു 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുകയാണ് കേട്ടോ. ഇതിന് 1.5 ലിറ്റർ വെള്ളം തന്നെ വേണം. 1.5 ലിറ്റർ പുളിവെള്ളം ആണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അത്ര തന്നെ വേണം. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ പറയാം. ഈ പാത്രം മൂടി വെച്ച് 2-3 മിനിറ്റ് ചെറിയ തീയിൽ കിടന്ന് തിളയ്ക്കണം. നമ്മുടെ രസം ഇവിടെ നല്ല രീതിയിൽ 4-5 മിനിറ്റ് ചെറിയ തീ കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു പഞ്ചസാര ഇട്ടാൽ മതി. അതും കൂടെ ഇതിലേക്കിട്ട് നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മഴക്കാലങ്ങളിൽ നമുക്ക് എന്നും ഒരു ജ്യൂസായി തന്നെ ഉപയോഗിക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നന്ദി.